ഇത് JP പാലത്തിങ്കൽ. നന്മ മാത്രം നിലനിൽക്കട്ടെ. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ജീവിതം വളരെ നല്ലതായിരുന്നു. ശാരീരികമായും ആത്മീയമായും വാസ്തവത്തിൽ ദൈവം നിലനിൽക്കുന്നതെല്ലാം സൃഷ്ടിച്ചു. അതിനെ വളരെ നല്ലത് എന്ന് തന്നെ ദൈവം വിളിച്ചു. എന്നാൽ ശത്രുവായവൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയുള്ള ആളുകളെ അവൻ്റെ നന്മയെ ചോദ്യം ചെയ്യുവാനും ദൈവത്തിൻ്റെ വിശ്വാസ്യതയെ സംശയിപ്പാനും പ്രേരിപ്പിച്ചപ്പോൾ അതിൽ മനുഷ്യൻ വീണുപോയി. ഇപ്പോൾ ആ നന്മ തകർന്നുപോയി. അങ്ങനെ വിലക്കപ്പെട്ട ഒരേയൊരു വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ രണ്ട് വിപരീത ശക്തികളിലേക്ക് തുറന്നു: നന്മയും തിന്മയും. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം തിരുവചനത്തിലെ ഒരു പ്രധാന പ്രമേയം മാത്രമല്ല. എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ സംസ്കാരങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രമേയമാണിത്. പുസ്തകങ്ങളിലും സിനിമകളിലും ഉടനീളം ഇഴചേർന്നതും യഥാർത്ഥ ജീവിതത്തിൽ അവതരിപ്പിക്കുന്നതുമായ ഒരു പ്രമേയമായി ഇത് മാറി. ഇത് ഇത്രയധികം വ്യാപകമാകാനുള്ള കാരണം ഒരു യഥാർത്ഥ യുദ്ധം ഇതിന് പിന്നിൽ ഇന്നും നടക്കുന്നു എന്നതാണ്. ഈ വർഷങ്ങളിലെല്ലാം നമ്മൾ ഇപ്പോഴും ഈ നല്ലതും എന്നാൽ വീണുപോയതുമായ ഈ ലോകം പങ്കിട്ട് ജീവിക്കുന്നു. ഇരുട്ടിൻ്റെ രാജ്യം ഇപ്പോഴും വെളിച്ചത്തിൻ്റെ രാജ്യത്തിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. റോമിലെ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചില ഉപദേശങ്ങൾ നൽകി. തിന്മയാൽ തോൽക്കരുത്, നന്മയാൽ തിന്മയെ ജയിക്കുക. റോമാലേഖനത്തിൻ്റെ 12:21 നമ്മളിത് വായിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞോട്ടെ. തിന്മയാൽ തോൽക്കരുത്, നന്മയാൽ തിന്മയെ ജയിക്കുക. അതേ അധ്യായത്തിൽ ഇത് എങ്ങനെ സാധ്യമാണെന്ന് അതിൻ്റെതായ ചില പ്രായോഗിക വഴികൾ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. തിന്മ നിരസിക്കുക, നന്മയോട് പറ്റി നിൽക്കുക, ആളുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ വിസമ്മതിക്കുക, നിങ്ങളെ ഉപദ്രവിച്ച ഒരാളോട് ക്ഷമിക്കുക, അപരിചിതരോട് ദയ കാണിക്കുക, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിലകൊള്ളുക. നന്മയാൽ തിന്മയെ കീഴടക്കുന്നതിന് ത്യാഗവും കീഴടങ്ങലും ആവശ്യമാണ്. വെറുക്കാനും പ്രതികാരത്തിനുമുള്ള നമ്മുടെ മാനസിക ആഗ്രഹത്തോട് ഇല്ല എന്ന് തന്നെ പറയുക. പകരം യേശുവിനെ പോലെ വിനീതരായി ത്യാഗപൂർവ്വം മനുഷ്യരെ സേവിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായവൻ്റെ ദൗത്യം എപ്പോഴും മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക എന്നിവയാണ്. ആശയക്കുഴപ്പത്തിലാക്കുക, വളച്ചൊടിക്കുക, ഭിന്നിപ്പിക്കുക, വഞ്ചിക്കുക, ശ്രദ്ധ തിരിക്കുക, തകർക്കുക എന്നതെല്ലാം അവൻ്റെ മറ്റു സ്വഭാവങ്ങളാണ്. എന്നാൽ അവനേക്കാൾ സർവശക്തനായി നമുക്ക് ഒരു ദൈവമുണ്ട്. അവൻ്റെ ദൗത്യം വീണ്ടെടുക്കുക, പുനരുജ്ജീവിപ്പിക്കുക, പുനഃസ്ഥാപിക്കുക എന്നതാണ്. തകർന്ന കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ദൈവം വളരെ വിദഗ്ധനാണ്. ആത്മീയരായി മരിച്ചവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും എല്ലാം പുതുക്കുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. അതിനാൽ ലോകമെമ്പാടും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ പോലും തിന്മ നാശം വിതയ്ക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഓർക്കുക, ദൈവം വളരെയധികം വലിയ ഒരു ഹൃദയത്തിനുടമയാണ്. നിങ്ങൾ ഈ യുദ്ധത്തിൽ ഒറ്റയ്ക്കല്ല. കഥയുടെ അവസാനം നമുക്കറിയാവുന്നതിനാൽ വിജയത്തിൻ്റെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് നിരന്തരമായി പോരാടാൻ കഴിയും. ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ തെറ്റിദ്ധാരണയാൽ വളരെ വേദനിപ്പിക്കും വിധം വാക്കുകളാൽ എന്നെ മുറിപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലെ 3 ഗുണങ്ങൾ ആയ ക്ഷമാശീലം, ദയ, നന്മ പ്രായോഗികമാക്കുവാൻ കർത്താവിൻ്റെ നിർദ്ദേശം എനിക്ക് കിട്ടി. അത് ഗലാത്യ ലേഖനം 5:22 23 നമ്മൾ വായിക്കുന്നു. അദ്ദേഹത്തോട് മനഃപൂർവ്വമായി ക്ഷമിപ്പാൻ, ദയ കാണിപ്പാൻ, നന്മ മാത്രം പകരം ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അടുത്ത ചുവടുകൾ തികച്ചും അത്ഭുതകരമായിരുന്നു. വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് അധികം ദൂരെയല്ലാതെ ഒരു വാടക വീട് കിട്ടി. ഞങ്ങളുടെ മൂത്ത പുത്രന് അവൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ ശമ്പളത്തിൽ ഒരു നല്ല ജോലി കിട്ടി. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയാത്തതുപോലെ തന്നെ നന്മയാൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കപ്പെട്ട് കഴിയുമ്പോൾ
തിന്മയ്ക്ക് വിജയിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ തിന്മയിൽ ഒരിക്കലും ആശ്രയിക്കുകയില്ല. അതിനാൽ ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക്, നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് പോലും നന്മ ചെയ്തുകൊണ്ട് തിന്മയോട് പോരാടാൻ കഴിയുന്ന ചില വഴികളെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ശുഭദിനം.